ഈശോയിൽ സ്നേഹമുള്ളവരെ, ആരാധനകർമ്മ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയായ ഇന്ന് നാം ഈശോയുടെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നാം നോക്കുമ്പോൾ 1925 പയസ് 11 മാർപ്പാപ്പയാണ് ഈ തിരുനാൾ സാർവത്രികമായിട്ട് ആഘോഷിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തത്. ഇറ്റലിയിൽ മുസോളിനിയും ജർമ്മനിയിൽ ഹിറ്റ്ലറും സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിനും ഭീകരമായ അവസ്ഥ ക്രിസ്ത്യാനികൾക്കെതിരെ അഴിച്ചുവിട്ട ആ സാഹചര്യത്തിൽ ലക്ഷോപലക്ഷം ക്രിസ്ത്യാനികളും യഹൂദരും നിർദ്ദയമായിട്ട് വധിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ ഭരിക്കേണ്ടവർ, സംരക്ഷണം നൽകേണ്ടവർ, സഹായിക്കേണ്ടവർ, ആശ്വാസം നൽകേണ്ട ഭരണാധികാരികൾ ക്രൂരരായിട്ട് തീർന്ന ആ സാഹചര്യത്തിലാണ് രാജാതിരാജനായ ഈശോയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ തിരുനാൾ പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തത്. ഈശോ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം താൻ തിരഞ്ഞെടുത്ത ജനത്തെ സംരക്ഷിക്കുവാനും അവരെ പരിപാലിക്കുവാനും അവർക്ക് എല്ലാവിധ ആപത്തുകളിൽ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ രാജാക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. ആ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് ദൈവമായ കർത്താവ് പ്രവാചകന്മാരിലൂടെ അവർക്ക് ഒരുപാട് താക്കീതുകളും ഒത്തിരിയേറെ ആഹ്വാനങ്ങളും അവർക്ക് കൊടുത്തിരുന്നു. അന്യദേവന്മാരെ നിങ്ങൾ വണങ്ങരുത്, നിങ്ങൾ വിശുദ്ധിക്ക് നിരക്കാത്തതൊന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യരുത്, നിങ്ങളുടെ ജനത്തെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്, നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ തിരുസ്ഥനിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന ചിന്തയോടുകൂടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യണമെന്ന് അവരോട് വലിയ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാവൂള് അഹങ്കാരിയാവുകയും വിഗ്രഹാരാധനയുടെ പിന്നാലെ പോവുകയും ദൈവത്തിന് നിരക്കാത്ത വഴിയിലൂടെ നീങ്ങി ആ സ്ഥാനം അദ്ദേഹം ദുരുപയോഗം ചെയ്യുമ്പോൾ കർത്താവായ ദൈവം ആ മനുഷ്യനെ സിംഹാസനത്തിൽ നിന്നും പടിയിറക്കുന്ന ദയനീയമായ കാഴ്ച നമ്മുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെറും ഒരു ഇടയച്ചെറുക്കനായ ദാവീദിനെ കർത്താവ് ഈ നിയോഗത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. ആ ദാവീദിനോടും വലിയ പ്രത്യാശയോടുകൂടെ, വലിയ പ്രതീക്ഷയോടുകൂടെ, സ്നേഹത്തോടുകൂടെ കർത്താവായ ദൈവം പ്രവാചകനിലൂടെ ഈ ആഹ്വാനങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ദാവീദും വിശുദ്ധിക്ക് നിരക്കാത്ത വഴിയിലൂടെ നടന്നു നീങ്ങുകയും മദ്യപിക്കുകയും സകലവിധ തിന്മകളിലും മുഴുകുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ വളരെയേറെ വേദനിപ്പിക്കുകയും അവിടുത്തെ തിരുസന്നിധിയിൽ ദാവീദ് വിശുദ്ധികെട്ട ഒരു ജീവിതം ജീവിക്കുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. ഊറിയയുടെ ഭാര്യയൊക്കെ ആ മനുഷ്യൻ വളരെയേറെ നികൃഷ്ടമായിട്ട് ഉപയോഗിച്ച് ബേശബയെ അദ്ദേഹം തിന്മയ്ക്ക് വിധേയനാക്കി അങ്ങനെ തൻ്റെ പരിശുദ്ധമായ സിംഹാസനത്തിൻ്റെ കളങ്കം വരുത്തുന്നുണ്ട്. ഈ അവസരത്തിലും ദൈവമായ കർത്താവ് നാഥാൻ പ്രവാചകനിലൂടെ അവിടെ ഇടപെടുകയും ദാവീദിന് താക്കീത് കൊടുക്കുകയും അങ്ങനെ കരഞ്ഞു കണ്ണുനീർ കൊണ്ട് കിടക്ക നനച്ച് ദാവീദ് തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും തനിക്ക് നഷ്ടപ്പെട്ടു പോയ രാജ്യത്തിലേക്ക്, സിംഹാസനത്തിലേക്ക് ആ മനുഷ്യൻ ഒരു പുതിയ മനുഷ്യനായിട്ട് കടന്നു വരികയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ ഈ ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവനാണ്. പക്ഷേ ഇന്ന് എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട് ഞാനൊരു തടവുകാരനായിട്ട് സെൻറ്റ് ഹെലേന ദ്വീപിൽ കർത്താവെ നിന്റെ ക്രൂശ രൂപം മാറോട് ചേർത്ത് വിലപിക്കുക. ഞാൻ ഈ ഉത്തരവാദിത്വം കർത്താവെ ഞാൻ ഏറ്റെടുത്തപ്പോൾ ഞാൻ അഹങ്കാരിയായിട്ട് മാറി, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു, എൻ്റെ വിശുദ്ധി ഞാൻ നഷ്ടപ്പെടുത്തുകയും എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കുകയും ചെയ്തു. ഞാൻ ഏറ്റെടുത്ത എൻ്റെ ജനത്തിൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ രാജ്യത്തിൻ്റെ ആ ഉത്തരവാദിത്വം ഞാൻ അവഗണിച്ച് നീങ്ങിയത് കൊണ്ട് ഞാനിപ്പോൾ നാട് കടത്തപ്പെട്ടിരിക്കുക. അതുപോലെ തന്നെ എന്നോടൊപ്പം സീസറും അലക്സാണ്ടറും എല്ലാം ഇതേ അവസ്ഥയിൽ
കൂപ്പുകുത്തി വീഴുന്ന ദൈന്യമായ കാഴ്ച കർത്താവെ ഞാൻ കാണുകയാണ്. നീ കർത്താവെ ഇവിടെ ഒരു രാജ്യത്വം സ്ഥാപിച്ചത് ഇന്നും നിലനിൽക്കുന്നു. കർത്താവിന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈശോയുടെ രാജ്യത്തിന് അറുതി വരാത്തത്, അത് ഇന്നും നശിച്ചു പോകാതെ പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒത്തിരി പ്രാർത്ഥനാപൂർവം ഇന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈശോ സ്നേഹരാജനായിരുന്നു. അവിടുത്തെ രാജ്യത്വം സ്നേഹം മാത്രമായിരുന്നു. അവിടുന്ന് ഇരുന്നത് അല്ലെങ്കിൽ അവിടുന്ന് ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് മുൾക്കിരീടം എന്ന ആ വലിയ സഹനത്തിൻ്റെ ആ പാനപാത്രമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വലിയ സിംഹാസനമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടത്തേക്ക് ഉണ്ടായിരുന്നത് കുരിശായിരുന്നു അവിടുത്തെ സിംഹാസനം. അതുപോലെ തന്നെ അവിടത്തേക്ക് ആരവങ്ങളും ആർപ്പുവിളികളുമായിട്ട് ആരും കൂടെ ഉണ്ടായിരുന്നില്ല. അവിടത്തേക്കോടൊപ്പം ചേർന്ന് നിന്നത് അല്ലെങ്കിൽ അവിടുത്തെ എതിരേറ്റത് കൊലവിളികളായിരുന്നു. അവിടത്തേക്ക് വലിയ പട്ടുകുപ്പായമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടത്തേക്ക് ശുശ്രൂഷയുടെ ജീവിത ബലി അർപ്പിക്കുവാൻ അവസാന നിമിഷം അവിടത്തേക്ക് ഉണ്ടായിരുന്നത് ഒരു കഷ്ണം തുണി മാത്രമായിരുന്നു. നമ്മൾ ഐസയ പ്രവാചകന്റെ പുസ്തകം 50 അധ്യായം 6 തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അടിച്ചവർക്ക് അവിടുന്ന് തൻ്റെ മുതുക് കാണിച്ചു കൊടുത്തു, താടിമീശകൾ പറിച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ട് ആഞ്ഞടുത്തവർക്ക് അവിടുന്ന് അവിടുത്തെ കവിൾ കൊടുത്തു, ചീത്ത വിളിച്ച് അവിടുത്തെ മുഖത്ത് തുപ്പുവാൻ ആഞ്ഞടുത്തവർക്ക് അവിടുന്ന് അവിടുത്തെ മുഖവും കാണിച്ചു കൊടുത്തു. ഇതായിരുന്നു ഈശോയുടെ രാജ്യത്വം. ഇതായിരുന്നു ഈശോയ്ക്ക് ശത്രുക്കളോടുള്ള മനോഭാവം. അതുകൊണ്ടാണ് അവിടുത്തെ രാജ്യം ഇന്നും നിലനിൽക്കുന്നത്. അവിടുത്തെ രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് ഈ വിശുദ്ധിയിൽ, ഈ പ്രാർത്ഥനയിൽ, ഈ മനോഭാവത്തിൽ ആഴപ്പെട്ട് ജീവിച്ചുകൊണ്ട് നിത്യരാജ്യമായ സ്വർഗരാജ്യത്തിലേക്ക് അവിടെ നിന്നും അനുദിനം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈശോയുടെ രാജ്യത്വം കരുണയുടെ രാജ്യത്വമായിരുന്നു. കരുണാമയനായ രാജാവും നല്ല കള്ളനായ നോക്കി അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്, നീ എന്നോടൊപ്പം പരദീസയിലായിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഈശോ കരുണയുടെ മൂർത്തിഭാവമായിരുന്നു. അവിടുന്ന് ആരെയും അനാഥരായിട്ട് ഉപേക്ഷിച്ചില്ല. ആരെയും അവിടുന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നികൃഷ്ടരായിട്ട് കണ്ടിട്ടില്ല. അവിടുന്ന് എല്ലാവരോടും കരുണ കാണിച്ച് തൻ്റെ ആ രാജ്യത്ത് സ്ഥാപിക്കുകയായിരുന്നു. സാവൂളിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സാവൂള് കർത്താവിനെ മറന്ന് അവഗണിച്ച് ജീവിക്കുമ്പോൾ സാവൂളിലേക്ക് തൻ്റെ രാജ്യത്വത്തിൻ്റെ ആ കൃപ ചൊരിയുമ്പോൾ സാവൂൾ ഒരു പുതിയ മനുഷ്യനായിട്ട് തീരുന്നത് നമ്മൾ സാവൂളിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. കരുണാമയനായ ഈശോയുടെ ആ രാജ്യമായിരുന്നു സാവൂളിലേക്ക് പിന്നീട് സ്ഥാപിക്കപ്പെടുന്നത്. അദ്ദേഹം പിന്നീട് കരുണയുടെ വക്താവായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമതായിട്ട്, ലോകത്തിൻ്റെ പാപങ്ങൾ ഇന്നും ഓരോ അൾത്താരയിൽ കാസുകൾ നിറയുന്ന തിരുരക്തത്താൽ കഴുകി തൻ്റെ രാജ്യത്തിലേക്ക് പാപികളെ വിളിക്കുന്ന ഒരു രാജാവായിരുന്നു ഈശോ തമ്പുരാനും. അവിടുന്ന് പാപികളെ വെറുത്തില്ല, അനുദപിക്കുന്ന പാപികളെല്ലാം സ്നേഹിച്ചിരുന്നു. നമ്മൾ പത്രോസ്ലിഹായുടെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നമ്മുടെ പാപങ്ങൾ അവിടുന്ന് സ്വന്തം ശരീരത്തിൽ വഹിച്ചു, അവിടുന്ന് കുരിശിൽ കയറി, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായിട്ട് തീർന്നുവെന്ന്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 7-ാം തിരുവചനത്തിലും നമ്മൾ ഇപ്രകാരം തന്നെ വായിക്കുന്നുണ്ട്: മർദ്ദനം, പീഡനം അവിടുന്ന് ഇതെല്ലാം മൗനിയായിട്ട് സ്വീകരിച്ചു, അന്തിമ വിജയം അവിടുന്ന് അതുവഴി ഉയർപ്പിലൂടെ സ്വന്തമാക്കുകയും ചെയ്തു. കൊല്ലാൻ കൊണ്ടുപോകുന്ന ആട്ടിൻ കുഞ്ഞും കത്തിരിക്കാൻ രോമം വെട്ടുന്ന കുഞ്ഞാടിൻ മൗനമായിട്ട് കൊലക്കളത്തിലേക്ക് നീങ്ങുന്നത് പോലെ അവിടെ നടന്ന് നീങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈശോ തമ്പുരാന് എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ആ ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. അങ്ങനെയുള്ള രാജാവായിരുന്നു ഈശോ തമ്പുരാന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ചങ്കിൽ കെട്ടിക്കിടന്ന ചോര പോലും കോരി ഒഴിച്ച് നമ്മുടെ പാപങ്ങൾക്ക് ഇന്നും ഓരോ അൾത്താരയിൽ, ഓരോ കുമ്പസാരക്കൂട്ടിലും പരിഹാരം അവിടുന്ന് ചെയ്തുകൊണ്ട് നമ്മളെല്ലാം വിശുദ്ധീകരിക്കുകയാണ്. അതാണ് ഈശോയുടെ രാജ്യത്വം.
ആ രാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് അവിടുത്തെ സ്വന്തമാക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയെ രാജാവും രക്ഷകനും എല്ലാമായി സ്വീകരിച്ചുകൊണ്ട് ആ നിത്യരാജ്യത്തിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ രാജ്യം വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ നിന്റെ രാജ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ച് ആ നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിലെ ആശംസകൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.